ഈ വീഡിയോയിൽ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മന്ത്രി എന്ന് പറയുന്നത് കെ മുരളീധരനാണ്. അപ്പോൾ കെ മുരളീധരൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഭാഗമായി മന്ത്രി എന്നുള്ള നിലക്കാണ്. അതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള വാചകങ്ങളൊന്നും അല്ലെങ്കിൽ വാക്കുകളൊന്നും ഇപ്പോൾ പ്രസക്തമല്ല, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചോദിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ തമ്പ്ര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ നാട് വിട്ടു. കാരണം അവരിപ്പോൾ ഒരു മാധ്യമപ്രവർത്തനമല്ല ചെയ്യുന്നത്, പകരം ഒരു സതീശ മേനോൻ ഭജൻസ് ആയിട്ട് അവർ മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പേര് കൂടി കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സതീശ മേനോൻ ഭജൻസ് മീഡിയ എന്നുള്ളതൊക്കെ അവരുടെ പേര് മാറ്റണം. അപ്പോൾ ഇതിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തെ ഇപ്പോൾ ഞെട്ടിക്കുന്നൊരു കാര്യം പുറത്തേക്ക് വന്നേക്കുന്നത്, നമുക്കറിയാം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള വിവാദം എന്തായിരുന്നു എന്നറിയാം. അതിൽ ഗോവർദ്ധൻ അടക്കമുള്ള നിരവധി പ്രതികളുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പ്രതികൾക്ക് വേണ്ടി നേരത്തെയൊക്കെ വാദിച്ചുകൊണ്ടിരുന്ന ഒരു അഭിഭാഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് KB പ്രദീപ് എന്നാണ്. അദ്ദേഹം കോടതിയിൽ വാദിച്ചു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം പുറത്തു വന്ന് മാധ്യമങ്ങളോട് പോലും ഇവരൊക്കെ തന്നെ നിരപരാധികളാണെന്നും ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നും ഒക്കെ പറഞ്ഞ് വാദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഗവൺമെൻറ് ഗംഭീരമായിട്ടുള്ളൊരു നടപടി എടുത്തിരിക്കുന്നു. ആ നടപടി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായിട്ട് ദേവസ്വം വകുപ്പിൽ നിയമിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരും അറിയണം. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പ്രതികൾക്ക് അവരുടെ വക്കീലിനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇദ്ദേഹം തന്നെ അവർക്ക് വേണ്ടി വാദിച്ചോളും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനും പ്രതികൾക്ക് ഒരേ വക്കീൽ മതി. അപ്പോൾ ഇനി കേസ് എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് യാതൊരുവിധ സങ്കടവും വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ളൊരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മാധ്യമങ്ങളൊക്കെ ഇത് പുറത്ത് കൊണ്ടുവരുമോ എന്നെനിക്കറിയില്ല. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഇവിടെ നിന്ന് ശബരിമലയിൽ സ്വർണം പൊട്ടിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആളുകളുടെ അതേ വക്കീൽ, അവർക്ക് വേണ്ടി ഹാജരായിരുന്ന അതേ വക്കീലിനെ തന്നെ ഇപ്പോൾ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായിട്ട് ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഇവർ പറയുന്നത് ഒരു ശബരിമലയിലെ സ്വർണം കെട്ട ഒരാളെയും വെറുതെ വിടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം നല്ല പരിപാടി ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരേ ആൾ തന്നെ, അതായത് ഇത്രയും കാലം പുള്ളി വാദിച്ചുകൊണ്ടിരുന്ന ഇവരാരും സ്വർണം കെട്ടിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ലതാണ്. അപ്പോൾ ഇനി അതേ വാദം തന്നെ തുടർന്നാൽ യഥാർത്ഥത്തിൽ വലിയ സന്തോഷകരമായിരിക്കും. ഈ കേസിൻ്റെ ഭാവി എന്താകും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, നമുക്കറിയാം 2018-ലും 2023-ലൊക്കെ തന്നെ കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ തന്നെ നിപ്പ വൈറസ് ബാധിതരെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകളൊക്കെ തന്നെ നമ്മുടെ കെ മുരളീധരനും അതുപോലെ KM ഷാജിയും ഒക്കെ നടത്തിയിരുന്നു. 2 പ്രസംഗങ്ങളും, ഒരെണ്ണം പ്രസംഗമാണ്, ഒരെണ്ണം സൗണ്ട് ബൈറ്റാണ്. അതായത് എരണം കെട്ട ഭരണമായതുകൊണ്ടാണ് ഈ പറയുന്ന വവ്വാലുകളിലൂടെ നിപ്പ വരുന്നത് എന്നുള്ളതാണ് കെ മുരളീധരൻ പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിട്ടുള്ള KM ഷാജി, അദ്ദേഹം കുറേ കൂടി പണ്ഡിതനാണ്, കൂടാതെ അദ്ദേഹം ഇഞ്ചി കർഷകനാണ്. അദ്ദേഹം ഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് വവ്വാലുകൾ എന്ന് പറയുന്ന ഒരു പാവം ജീവിയാണെന്നും അതിനെ ഉപദ്രവിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ലെന്നും, കാരണം അത് യഥാർത്ഥത്തിൽ ഒരു രോഗവും പരത്തുന്നില്ല എന്ന് പറയുന്ന കണ്ടുപിടുത്തമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. ഈ സമയത്ത് നിങ്ങൾ അറിയേണ്ടത്, കോഴിക്കോട് വീണ്ടും നിപ്പയുടെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ 43 വയസ്സുള്ള ഒരാളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചതിൻ്റെ റിസൾട്ട് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളൊക്കെ ഐസൊലേറ്റ് ചെയ്യാനും ജാഗ്രതയിലെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഈ റിസൾട്ട് ഉച്ചയ്ക്ക് വന്നതാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ റിസൾട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് വൈകുന്നേരം പത്രസമ്മേളനം നടത്തുമ്പോൾ കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രി അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അതിൽ നേരത്തെ KM ഷാജിയോടൊക്കെ കൂടി ഒരു അഭിപ്രായം ചോദിച്ചാൽ, വവ്വാലുകളെക്കുറിച്ചൊന്നും പേടിക്കാനില്ല. വവ്വാലുകൾ ഒരു സാധാരണ ജീവിയാണ്. കാരണം വവ്വാലുകൾ എല്ലായിടത്തും ഉള്ളതല്ലേ, പിന്നെ ഇവിടെ മാത്രം അസുഖം വരുന്നത് എന്താണ്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, KK ശൈലജ ടീച്ചറൊക്കെ അതിഗംഭീരമായിട്ടുള്ള നടപടികൾ എടുക്കുകയും അതിനെ അവിടെ തന്നെ ഒതുക്കി നിർത്താനുള്ള തയ്യാറാവുകയും ചെയ്യുന്ന ഒരു വലിയ ടീം അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിനുശേഷം അവരുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് വീണ ജോർജിന് പോലും വലിയ ഡാമേജ് ഉണ്ടായിട്ടുള്ളത്. വീണ ജോർജ് വന്നതിന് ശേഷം ആദ്യം ചെയ്തൊരു പരിപാടി, KK ശൈലജ നിലനിർത്തിയിട്ടുള്ളൊരു ടീമിനെ അങ്ങനെ തന്നെ പിരിച്ചു വിട്ടിരുന്നു. KK ശൈലജയുടെ ടീമിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മന്ത്രി ആയിരിക്കും കൂടെ ആരെയൊക്കെ നിർത്തണം എന്നുള്ളത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം എന്ന് പറയുന്നത്, അത് പ്രതികൾക്ക് വേണ്ടി വാദിച്ചിരുന്ന വക്കീലിനെ തന്നെ ബാധിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ്റിന് വേണ്ടി വെച്ചിരിക്കുന്നു. രണ്ടാമത്തേത് ഇതാണ്. ഇനി മൂന്നാമത്തെ സമീപനം കൂടി ആരും പറയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. അത് KK ശൈലജ ടീച്ചറുടെ ഒരു വാചകമാണ്. KK ശൈലജ ടീച്ചറുടെ വാചകം എന്ന് പറയുന്നത്, അവർ പറയുന്നത്, നിപ്പ ബാധയിൽ
വല്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല. നിപ്പയും കോവിഡും ഒക്കെ സർക്കാർ നോക്കിയല്ല വരുന്നത് എന്നുള്ളതാണ് കെ ശൈലജ പറഞ്ഞേക്കുന്നത്. അതായത് എരണംകെട്ട സർക്കാർ ഉള്ളതുകൊണ്ടാണ് ഈ നിപ്പ വരുന്നത് എന്ന് വേണമെങ്കിൽ ശൈലജ ടീച്ചർക്ക് പറയാമായിരുന്നു. പക്ഷെ അതവർ പറഞ്ഞിട്ടില്ല. അത് അവരുടെ അന്തസ്സും ഈ പറയുന്ന പോലെ വളരെ നല്ല ഒരു സമീപനവുമാണ് കാണിക്കുന്നത് എന്നുള്ളത് പറഞ്ഞോട്ടെ. ഇത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. അവരിനി അടുത്തത് കെ മുരളീധരൻ എത്ര ഗംഭീരമായ മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ നിരന്തരമായി വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അദ്ദേഹം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്തായിരിക്കുകയും ഗവൺമെൻറ്റിനെ വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വാർത്ത വളരെ സത്യസന്ധമായി പറഞ്ഞത്. ഒന്നും മറന്നു പോകരുത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. വിശദാംശങ്ങളിൽ ഇപ്പോൾ ഓരോ ആളെയാണ് സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറായിട്ട് വെച്ചേക്കുന്നത്. ഇനി ബാക്കി എത്ര കേസുകളിൽ ഇതുപോലെയുള്ള ആരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഗവൺമെൻറ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇപ്പോഴും എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഈ വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിന്ന് ചർച്ച ചെയ്യേണ്ടത് CPM എങ്ങനെ തകരുമെന്നും അതുപോലെ വീണ വിജയൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ഹാജരാകില്ലെന്നും അതുപോലെ തന്നെ പിണറായിക്കെതിരെ CPIയുടെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുള്ള വാർത്തകൾ കൊടുക്കാൻ മറക്കരുതേ എന്ന് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട മാധ്യമങ്ങളോട്, പ്രത്യേകിച്ച് സത്യസന്ധമായ മാധ്യമപ്രവർത്തനം നടത്തുന്നവരോട് പറയാനുള്ളത്, ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ ഈ ചാനലല്ലാതെ മറ്റൊരു ചാനൽ കൂടിയുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, മിക്കവർക്കും തന്നെ. അത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രവാണി എന്നാണ് ചാനലിൻ്റെ പേര്. അത് പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രവാണി എന്നുള്ളതാണ്. നമ്മളൊരു 10-20 ദിവസം മുമ്പാണ് അതിലൊരു പോഡ്കാസ്റ്റ് എടുത്തിട്ടത്. അപ്പോൾ അതൊരു 15,000-ലധികം ആളുകൾ കണ്ടിട്ടുണ്ട്. അതിനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. കൂടാതെ നമ്മുടെ ചാനലിനെ വളരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇതെല്ലാം തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ ചിലവുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലേ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അത് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ടുകളുണ്ട്. അതിലേതെങ്കിലും നിങ്ങൾക്ക് അടച്ചുകൊണ്ട് ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ അതെല്ലാം നേരിട്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് നമ്മളതിൻ്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രം അത് ചെയ്താൽ മതി. ഇനി കഴിയാത്തവർ കുഴപ്പമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും അതിൽ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മളെ പിന്തുണക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറന്നു പോകണ്ട, ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള നിങ്ങളോടുള്ള സപ്പോർട്ടാണ് ചോദിക്കുന്നത്. വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പകരം ഇവിടെ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുകയും അവരവരുടെ അജണ്ടകൾക്കനുസരിച്ച് മാത്രം മാധ്യമധർമ്മം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സത്യസന്ധമായ വാർത്തകൾ ഒരു വിധത്തിലുള്ള പക്ഷപാതിത്വവും ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം ചെയ്യുന്നത്. വൺ സൈഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒളിച്ചു വെക്കുന്ന രീതിയിലുള്ള ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്തുതി പാടുന്ന രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ.